ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഓവർനൈറ്റ് ഓട്സ് നമ്മുടെ വണ്ണം കുറയ്ക്കാൻ വേണ്ടി എത്ര എഫക്റ്റീവ് ആണ് എന്നാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ഡീറ്റെയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുവാണെങ്കിൽ ചുമന്ന കളറുടെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പം നമുക്ക് നോക്കാം ഓട്സ് നമ്മുടെ വണ്ണം കുറയ്ക്കാൻ വേണ്ടി എങ്ങനെയാണ് സഹായിക്കുന്നത്. അപ്പോൾ ഓട്സിനകത്ത് ധാരാളമായിട്ട് ഫൈബറുണ്ട്, പ്രോട്ടീനുണ്ട്. ഇതൊരു സൂപ്പർ ഫുഡും കൂടിയാണ്. അപ്പം ഹൈ എമൗണ്ട് ഓഫ് പ്രോട്ടീൻ ഉള്ളതുകൊണ്ട് ഇത് നമ്മുടെ വയറിൻ്റെ ചുറ്റുമുള്ള ഫാറ്റ് കുറയ്ക്കാനൊക്കെ വളരെ നന്നായിട്ട് സഹായിക്കുന്നു. പിന്നെ ഫൈബർ കൂടുതലായിട്ടുള്ളതുകൊണ്ട് ഇത് നമ്മുടെ വിശപ്പൊന്ന് കുറയ്ക്കും. കാരണം നമുക്ക് വിശപ്പ് അധികം കാണില്ല. കാരണം ഇതിനകത്ത് ഫൈബർ ഉള്ളതുകൊണ്ട് നമുക്ക് വിശപ്പ് കുറയ്ക്കാൻ വേണ്ടി നന്നായിട്ട് സഹായിക്കുന്നു. പിന്നെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓട്സിനകത്ത് സ്റ്റാർച്ച് ഉണ്ട്, പിന്നെ നാച്ചുറൽ ഫൈറ്റിക് ആസിഡ് ഉണ്ട്. ഈ ഫൈറ്റിക് ആസിഡ് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ന്യൂട്രിയൻ്റൊക്കെ അബ്സോർബ് ചെയ്യാൻ വേണ്ടി ഭയങ്കര പാടാണ് ഈ ഫൈറ്റിക് ആസിഡ് ഉള്ളതുകൊണ്ട്. അപ്പം നമ്മൾ ഈ ഓട്സ് രാത്രി മുഴുവനും സോക്ക് ചെയ്ത് വയ്ക്കുവാണെങ്കിൽ ഈ സ്റ്റാർച്ച് ബ്രേക്ക് ഡൗൺ ആയിട്ട് ഈ നാച്ചുറൽ ഫൈറ്റിക് ആസിഡ് ഉള്ളത് അത് കുറയുമ്പോൾ നമ്മുടെ ഈ ഓട്സിലുള്ള ആ ന്യൂട്രിയൻ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ബോഡി നന്നായിട്ട് അബ്സർവ് ചെയ്തെടുക്കും. അപ്പോൾ അതാണ് നമ്മൾ ഈ ഓവർനൈറ്റായിട്ട് നമ്മൾ ഈ ഓട്സിനെ സോക്ക് ചെയ്തെടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഈ ഓവർനൈറ്റ് സോക്ക് ചെയ്യാതെ നമുക്ക് കുക്ക് ചെയ്തെടുത്താലും ഈ സ്റ്റാർച്ച് ബ്രേക്ക് ഡൗൺ ആവും. അല്ലെങ്കിൽ നമുക്ക് പച്ചയ്ക്ക് ഓട്സ് കഴിക്കാൻ പാടില്ല. അപ്പം നമ്മൾ ഈ ഒരു ഓവർനൈറ്റ് സോക്ക് ചെയ്യുന്ന ഓട്സ് കഴിക്കുവാണെങ്കിൽ നമുക്ക് ഒരാഴ്ചയിൽ 2 കിലോയെങ്കിലും കുറയും. പക്ഷേ എല്ലാവരുടെ ബോഡി ഒരുപോലെ അല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ചില ആൾക്കാർക്ക് ആഴ്ചയിൽ 1 കിലോ കുറയാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ 0.5 ഗ്രാം. അപ്പോൾ ആ രീതിയിൽ ഡിവൈഡ് ആവും. അപ്പോൾ നമ്മുടെ ബോഡി പോലെ ഇരിക്കും, എല്ലാവരുടെ ബോഡി ഒരുപോലെ ആക്ട് ചെയ്യില്ല. അതുകൊണ്ട് നമ്മുടെ ഓരോരോ ആൾക്കാരുടെ ബോഡി പോലെ ഇരിക്കും. ഇപ്പോൾ എനിക്ക് ഒരു ആഴ്ചയിൽ 1 കിലോ മാത്രമാണ് കുറഞ്ഞത്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്കിതിൽ ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ആഡ് ചെയ്യാം, ഏത് ഡ്രൈ ഫ്രൂട്ട് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. ജോലിക്ക് പോകുന്ന ആൾക്കാരാണെങ്കിലും നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇത് കഴിക്കാനും ഭയങ്കര ഈസിയാണ്. ഇതിൽ ഡൈജസ്റ്റബിളും കൂടി ആണ്. ഈ ഒരു ഓട്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഏത് ഓട്സ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാൻ ഇവിടെ ഹോൾ വീറ്റ് ഓട്സ് ആണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ പഞ്ഞിപ്പുല്ലും പിന്നെ ബാർലി ഒക്കെ ഉണ്ട്. അപ്പോൾ ഏതായാലും ഇൻസ്റ്റൻറ്റ് ഓട്സ് ആയാലും ഒരു പ്രശ്നമില്ല. ഞാൻ ഇവിടെ ഒരു ഗ്ലാസ് ബൗളാണ് എടുത്തിരിക്കുന്നത്. ഇതിന് നമുക്ക് ക്യാപ്പും കൂടി വേണം. ഇപ്പം നിങ്ങൾ ഗ്ലാസ് ബൗളാണെങ്കിലും അല്ലെങ്കിൽ സ്റ്റീലാണെങ്കിലും കുഴപ്പമില്ല. പ്ലാസ്റ്റിക് വേണ്ട, ഗ്ലാസ് അല്ലെങ്കിൽ സ്റ്റീലായിരിക്കും ഏറ്റവും നല്ലത് ഹെൽത്തിന്. അപ്പോൾ ഞാൻ ഇവിടെ 2 ടേബിൾ സ്പൂണ് നമ്മുടെ ഓട്സ് എടുത്തിട്ടുണ്ട്. ഇനി ഈ ഓട്സിനകത്ത് നമുക്ക് തൈരും കൂടി ചേർത്ത് കൊടുക്കണം. നമുക്ക് ഇഷ്ടമനുസരിച്ച് എത്ര തൈര് വേണം അത്ര. ഇപ്പം ഞാൻ ഇന്നത്തെ 2 ടേബിൾ സ്പൂണ് തൈരാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. പിന്നെ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം നമുക്ക് ബദാം ചേർക്കാം, മുന്തിരി ചേർക്കാം, പിന്നെ നമുക്ക് ഫ്രൂട്ട്സ് എന്ത് വേണമെങ്കിലും ചേർക്കാം. ആപ്പിൾ, ബനാന, പിന്നെ പോമോഗ്രാനൈറ്റ്, ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും നമുക്ക് ചേർക്കാം. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് നമുക്ക് പാലും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പം ഞാൻ പാലും കൂടി ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. പാലും കൂടി ചേർത്തിട്ട് നമുക്ക് ഒന്നും കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പം നമ്മൾ ഫ്രിഡ്ജ് വെച്ച് എടുക്കുമ്പോഴേക്ക് ഇതിനകത്ത് ഇച്ചിരി കട്ടിയായി പോകും. അപ്പോൾ ആ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി പാൽ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഫ്രിഡ്ജിനകത്ത് 12 മണിക്കൂറെങ്കിലും വെക്കണം. 12 അല്ലെങ്കിൽ 24 മണിക്കൂർ എപ്പോൾ വേണമെങ്കിൽ വച്ചിട്ട് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ കറക്റ്റായിട്ട് പ്രോസസ്സൊക്കെ നടക്കും. അപ്പോൾ ഇനി ഞാൻ കറുത്ത മുന്തിരി വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് അതും കൂടി ഞാൻ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. അതും കൂടി നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കാം. അപ്പം നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്ന ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ടാണ് ഇതിനൊരു ടേസ്റ്റ് തരുന്നത്. അപ്പോൾ ഈ ഒരു ഓട്സിനകത്ത് പഞ്ചസാരയോ ഉപ്പോ ഒന്നും ഇല്ലല്ലോ. അപ്പം നമ്മൾ ഇതിനകത്ത് എന്ത് ചേർക്കും അതിൻ്റെ ഒരു ലൈറ്റായിട്ടൊരു ടേസ്റ്റ് വരും. അപ്പോൾ നമുക്ക് ഇത് അയ്യോ ഇത് കൊള്ളത്തില്ല എന്ന് പറയാൻ ഒട്ടും പറ്റത്തില്ല. നല്ല ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് കമ്പൾസറി ഇഷ്ടപ്പെടും. അപ്പോൾ ഞാൻ ഇന്നത്തെ കറുത്ത മുന്തിരിയാണ് ചേർത്തത്. ഇനി ഞാൻ ഇന്നത്തെ പോമോഗ്രാനൈറ്റ് സീഡ്സും കൂടി ഇടാൻ പോവാണ്. അപ്പോൾ ഈ പോമോഗ്രാനൈറ്റ് നന്നായിട്ട് മിക്സായി നമ്മൾ ഈ ഓട്സിൻ്റെ കൂടെ ഇത് കഴിക്കുമ്പോൾ നല്ലൊരു ക്രഞ്ചാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റും കൂടിയാണ് നമുക്ക് കിട്ടുന്നത്. നിങ്ങൾ കമ്പൾസറി ട്രൈ ചെയ്ത് നോക്കണം. പൊമോഗ്രാനൈറ്റ് സീഡ്സ് ഇട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. നമുക്ക് ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ആഡ് ചെയ്യാം. ആപ്പിൾ ആണെങ്കിലും ബനാന ആണെങ്കിലും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് വരും. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഉപ്പോ പഞ്ചസാരയോ ഒന്നും ആവശ്യമില്ല. ഈ ഒരു ഫ്രൂട്ടിൻ്റെ ടേസ്റ്റാണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ നല്ലൊരു ക്രഞ്ചും കിട്ടും, നല്ലൊരു അടിപൊളി ടേസ്റ്റും കൂടിയാണ്. നിങ്ങൾ കമ്പൾസറി ഒരു ദിവസമെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. നിങ്ങൾ കമ്പൾസറി ഡെയിലി ചെയ്യാൻ നോക്കും, കാരണം അത്രയ്ക്ക് ടേസ്റ്റിയാണിത്. അപ്പം ഞാൻ പറഞ്ഞ ഇതൊക്കെയാണ് ഒരു ഓവർനൈറ്റ് ഓട്സ് നമ്മളിങ്ങനെ വയ്ക്കുമ്പോൾ ഇത് നമുക്ക്
ഹെൽത്തിയും കൂടിയാണ്, നമ്മുടെ വെയിറ്റ് ലോസിന് നന്നായിട്ട് സഹായിക്കുകയും ചെയ്യും. നിങ്ങളെല്ലാവരും പറ്റുവാണെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, നല്ലൊരു റിസൾട്ട് കിട്ടും. അപ്പം ഞാനിത് ഫ്രിഡ്ജിനകത്ത് എടുത്ത് വച്ചു. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ നമുക്കിത് എടുക്കണം. ഇപ്പോൾ കട്ടി കൂടുതലാണെങ്കിൽ ഇച്ചിരി പാലൊഴിക്കാം. പാലൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ അതിൻ്റെ തണുപ്പൊക്കെ മാറിയിട്ട് നമ്മൾ പണിയൊക്കെ എങ്ങനെയോ കഴിഞ്ഞ് വരുമ്പോഴേക്കും അതിൻ്റെ തണുപ്പൊക്കെ മാറും. അപ്പോഴേക്കും നമുക്ക് കഴിക്കാം. ഇപ്പോൾ ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇത് നമുക്ക് ബോക്സിൽ കൊണ്ടുപോയിട്ട് അവിടെ പോയി കഴിക്കാം. അല്ലെങ്കിൽ നമുക്ക് 11 മണിയാകുമ്പോൾ കഴിക്കാം. എപ്പോൾ വേണമെങ്കിലും കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ നമുക്ക് 11 മണിയൊക്കെ ആകുമ്പോൾ വിശക്കുമ്പോൾ ആ സമയത്തും കഴിക്കാൻ നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ ഇന്നത്തെ ചിയാ സീഡ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ അതിനകത്ത് ആഡ് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ ചിയാ സീഡ് നമുക്ക് ആഡ് ചെയ്യാം, 1 ടേബിൾ സ്പൂൺ നമുക്ക് ആഡ് ചെയ്യാം. ചിയാ സീഡ് ഇട്ടാലും ഇത് നമുക്ക് വെയിറ്റ് ലോസിന് വളരെ നന്നായിട്ട് ഹെൽപ്ഫുൾ ചെയ്യും. പിന്നെ ബദാം വേണമെങ്കിൽ ചേർക്കാം. പിന്നെ ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇന്ന് ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കാറുള്ളത്. എനിക്ക് പോമോഗ്രാനൈറ്റ് ആണ് ഭയങ്കര ഇഷ്ടം, പഴവും ഇഷ്ടമാണ്. ചിലപ്പോഴൊക്കെ ഞാൻ അതൊന്നും ഇല്ലെങ്കിൽ ആപ്പിളും ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ. അപ്പോൾ ഓവർനൈറ്റ് ഓട്സ് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് വണ്ണം നന്നായിട്ട് കുറയും, നമ്മുടെ ഡൈജഷൻ നന്നായിട്ട് ഇമ്പ്രൂവ് ആവും, നമുക്ക് വെയിറ്റ് ലോസിന് നന്നായിട്ട് സഹായിക്കും, നമ്മുടെ ബെല്ലി, നമ്മുടെ വയറും നല്ല ഹാപ്പി ആയിട്ടിരിക്കും. അപ്പോൾ നിങ്ങൾ ഇത് പറ്റുവാണെങ്കിൽ ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കൂ. നല്ല എഫക്റ്റീവാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നന്നായിട്ട് വെള്ളം കുടിച്ച് ഇച്ചിരി ലൈറ്റായിട്ട് എക്സസൈസ് ഒക്കെ ചെയ്യണം, വാക്കിംഗ് ഒക്കെ ചെയ്യണം. അല്ലെങ്കിൽ വെറുതെ നമ്മൾ ഓട്സ് കഴിച്ചാൽ വണ്ണം കുറയുമെന്ന് പറഞ്ഞാൽ പറ്റില്ല. പറഞ്ഞാൽ ഓട്സ് കഴിച്ചുകൊണ്ട് നമ്മൾ ജങ്ക് ഫുഡ് കഴിച്ചാൽ നമുക്ക് വണ്ണം കുറയില്ല. നമ്മൾ ഓട്സ് കഴിച്ചിട്ട് ഇച്ചിരി ഹെൽത്തി ഫുഡും കൂടി കഴിക്കണം, എന്നാലേ നമുക്ക് നന്നായിട്ട് വണ്ണം കുറയത്തുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.